മുഖ്യമന്ത്രിക്ക് മാത്രമാണ് ഇതിൽ പറഞ്ഞത്, യുഡിഎഫിനും ഇടപെടൽ കൂടി ഇതിലുണ്ടോ? എന്താ പറഞ്ഞേ? മുഖ്യമന്ത്രിക്ക് മാത്രമാണ് പങ്ക്, യുഡിഎഫിന്റെ ആകെ ഇടപെടലുണ്ടോ? എനിക്കറിഞ്ഞൂടെ ആരൊക്കെ തമ്മിൽ ചർച്ച ചെയ്തിട്ടുള്ളതെന്ന്. മദ്യത്തിന്റെ കാര്യത്തില് ഏതായാലും എക്സൈസ് മന്ത്രിയായിട്ട് ചർച്ച ചെയ്തിട്ടില്ല, ഘടകകക്ഷികളുമായി ചർച്ച ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. ഇത്ര തിടുക്കം പിടിക്കേണ്ടത് കാര്യത്തിലിരിക്കണം. 3 വർഷമായിട്ട് ബക്കാടിയും മറ്റും ആവശ്യപ്പെട്ടത് ഇല്ല എന്ന് പറഞ്ഞ് മാറ്റിവെച്ചത് ആരോരും അറിയാതെ ഒരാഴ്ച കൊണ്ട് എടുത്ത് അതിന് തീരുമാനമെടുത്ത് ഫിനാൻസ് ബില്ലിൽ ആരുമായി ചർച്ച ചെയ്യാതെ കൊണ്ടുവന്നത് വേറെ ആർക്കൊരു പങ്കുമില്ല, മുഖ്യമന്ത്രിയുടെ തന്നെ പരിപാടിയാണ്. ഇതിപ്പോ അറിയേണ്ടത് ആർക്കൊക്കെ പങ്കുണ്ട്. ഏതായാലും ഈ പുതിയ സംഭവവികാസം വലിയ കട്ടി ആവശ്യിച്ച് കേരളത്തിൽ അവതരിപ്പിച്ച സമുദ്ര മിഷൻ എന്ന് പറയുന്ന വികസന സമീപനത്തിന്റെ അടിത്തറ തോട്ടിക്കളഞ്ഞു. വിദേശ നിക്ഷേപകർക്ക് വരാം, ഇവിടെ കേരളത്തിൽ വിദേശ നിക്ഷേപം നടത്തണം. എന്താ കുഴപ്പം? ഇതിപ്പോ ചെയ്തിരിക്കുന്നത് എന്താ? നിലവിലുള്ള ഒരു കമ്പനി, ആ കമ്പനി ആകെ മുടക്കിയിരിക്കുന്ന 2500 കോടിയാണ്. ആ 2500 കോടിയും കള്ളമാണ് കുറച്ച് ഭാഗം എന്ന് CAG പറഞ്ഞിട്ടുണ്ട്. ഈ 2500 കോടി ചൈനയിൽ നിന്നും മറ്റും യന്ത്രം ഇറക്കുമതി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ യന്ത്രത്തിനൊക്കെ ഊതി വീർപ്പിച്ച വിലയെന്ന് ഞാനല്ല പറഞ്ഞത്, CNDG പറഞ്ഞത്. ഏതിനും പോട്ടെ, 2500 കോടി മുടക്കി വേണ്ടി നല്ല മുടക്ക്. ആ മുതൽ മുടക്കിന്റെ പാതി വിലക്കുള്ള ഷെയർ അത് 13,000 കോടിക്കാണ് വിൽക്കുന്നത്. അതിന്റെ ഫലമായിട്ട് കേരളത്തിലേക്ക് ഒരു പൈസ കൂടുതൽ വരുന്നില്ല കേട്ടോ. അദാനിയുടെ പോക്കറ്റിലേക്കാ പോണേ. കേരളത്തിന്റെ ഭൂമി, കേരളത്തിന്റെ പോർട്ട്, നമ്മുടെ PPP ഇത് നമ്മുടെ ചർച്ച പോലും ചെയ്യാതെ 2500 കോടി മുടക്കിയാള് 13,000 കോടി പുറത്തുനിന്ന് മേടിക്കുന്നു. 13,000 കോടി രൂപ ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തുന്നത്. അത് ലാൻഡ് വാല്യൂ അല്ല, ഇൻവെസ്റ്റ്മെന്റിലേക്കാണ് അവര് അത്രക്ക് വാല്യൂ ഈ പോർട്ടിനുണ്ട്. അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ ഈ മോഡലിനെ തള്ളി പറഞ്ഞിട്ടും LDF നടപ്പാക്കാൻ തീരുമാനിച്ചത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാലേ ഇത് കേസിന് പോയി നീണ്ടുപോയ കുളച്ചില് വേറെ ആഴക്കടൽ വരും, പിന്നെ വിഴിഞ്ഞത്തിന് യാതൊരു സാധ്യതയില്ല. അതുകൊണ്ടാണ് അങ്ങനെയാണെങ്കിൽ ഇനി പോട്ടെ, തർക്കിക്കണ്ട, അദാനിയെങ്കിൽ അദാനി എന്ന് വെച്ചത്. പക്ഷെ ഈ അദാനി ഇങ്ങനെ ചെയ്യുമ്പോ കേരളമായിട്ട് ചർച്ച ചെയ്യണ്ടേ? അതിന്റെ അടിസ്ഥാനത്തിൽ PPPയില് മാറ്റം വരുത്തണ്ടേ? ഞങ്ങൾ ഇത്രേ ചെയ്യുള്ളൂ, മുടക്കുള്ളൂ എന്ന് പറഞ്ഞത്. നമുക്ക് എത്ര പശ്ചാത്തല സൗകര്യങ്ങൾ നീ സൃഷ്ടിക്കാനുണ്ട്? ഒരു കൺസെഷനെയറിന് നമ്മൾ കരാർ കൊടുത്തിരിക്കുന്ന ചില ധാരണകളുടെ അടിസ്ഥാനത്തിലല്ലേ. അത് ഏകപക്ഷീയമായിട്ട് ഓഹരി വിൽക്കുന്നു. 25% ഓഹരി വിൽക്കുമ്പോ വോട്ടിംഗ് ഉള്ള ഓഹരി ഉടമസ്ഥനാണ്. ഇപ്പൊ 49%. അദാനി ഏതെങ്കിലും കാര്യത്തിൽ അന്തർദേശീയമായിട്ട് ഒരുപാട് ഇടപാട് നടത്തണമല്ലോ. ഒരു 2% കൂടി കൊടുത്തു കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ആവും. ആയിക്കോട്ടെ, എന്തുവിടെയും ചെയ്തോട്ടെ എന്ന് അവർ ചെയ്യുന്ന എതിരല്ല. നമ്മുടെ ഉടമസ്ഥ കേരള സർക്കാർ അറിയണ്ടേ? ആ, അതാണ് ചോദ്യം. VD സതീശനും അറിയാമായിരുന്നോ വിഴിഞ്ഞത്ത് ഈ കാര്യം മംഗലാപുരത്ത് ചർച്ച ചെയ്തു? അദാനിയുടെ ഇന്നലത്തെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട്, ഫൈനൽ അപ്രൂവൽ സബ്ജക്ട് ടു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഫസ്റ്റ് സെബിയുടെ അപ്രൂവൽ എടുത്താൽ മതി. സെബിയുടെ അപ്രൂവൽ എടുത്തതിന് ശേഷം മാത്രമേ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ടുള്ള ആശയവിനിമയത്തിന്റെ ഒരു കാര്യം വരുന്നുള്ളൂ. ഫസ്റ്റ് കേരള സർക്കാരിനെ അപ്രോച്ച് ചെയ്തെങ്കിലും ഒരുപക്ഷെ നമ്മൾ സെക്രട്ടറി റൂൾസിനെ കിട്ടുന്നുണ്ട്. സോ ഫസ്റ്റ് സെബി അപ്രൂവൽ ഇല്ലല്ലോ. അദ്ദേഹം ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അറിയിപ്പ് കൊടുത്തു. ആ അറിയിപ്പ് കൊടുക്കുന്നതിന് മുമ്പ് കേരള സർക്കാരുമായി ചർച്ച ചെയ്യേണ്ടതെന്ന് അപ്പോ ഇത് ഗൗരവമായിട്ടുള്ള കാര്യമാണ്. എന്റെ വാദം ഇതാണ് കേട്ടോ.
ഇതോടുകൂടി സമുദ്ര മിഷന്റെ അപ്രോച്ച് ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ കരാറിലേക്ക് എന്താണോ വിഴിഞ്ഞത്ത് നടന്നത് അതുപോലുള്ളൊരു ഏർപ്പാടിലേക്ക് കേരളത്തിന്റെ എല്ലാ തുറമുഖങ്ങളെയും കേരളത്തിന്റെ തീരദേശ വികസനത്തെയും കൊണ്ടുപോകുന്ന ഒരു ഏർപ്പാടാണ്. അതുകൊണ്ട് ഹി ഹാസ് ടു കം ക്ലീൻ. എന്താണ് നടത്താൻ പോണെന്നുള്ള പറയണം. ദേശാഭയനില്ല. അതിന്റെ പാഠം എന്താ വെച്ചാൽ കാള പറ്റുമെന്ന് കേൾക്കുമ്പോ കാരെടുക്കാൻ വളരുത്. അതെ, അത് നിങ്ങൾ ആദ്യം ചോദ്യം ചോദിച്ചില്ലേ, ആ ചോദ്യത്തിന് പറഞ്ഞതുപോലെയാണ്. ചോദ്യത്തിൽ പറഞ്ഞ എന്താണ്? ഇത് നിക്ഷേപമല്ലേ വരുന്നത്? ഇത് നിക്ഷേപമല്ല, ഓഹരി വാങ്ങുകയാണ് നിലവിലുള്ളൊരു കമ്പനിയുടെ. പുതുതായിട്ട് എന്തെങ്കിലും നിക്ഷേപം കേരളത്തിലേക്ക് വരുന്നില്ല. ഇപ്പൊ തെറ്റിദ്ധരിച്ചു 13,000 കോടി രൂപ പുതിയ നിക്ഷേപമായിട്ട് കേരളത്തിലെ പശ്ചാത്തല സൗകര്യങ്ങൾക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ട് വന്ന തെറ്റാ, അത് തിരുത്തിക്കോളും.